അധികാരത്തിൽ വന്ന 3 മാസത്തിനുള്ളിൽ തന്നെ സതീശൻ സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചാണ് ഈ സർക്കാർ നിലവിൽ മുന്നോട്ടു പോകുന്നത്. സതീശൻ സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുപിടിക്കാൻ അർജുൻ ആയങ്കയുടെ അറസ്റ്റ് കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ആയങ്കയെ പിടിച്ചപ്പോൾ സമാന കുറ്റകൃത്യം ചെയ്ത സംഘപരിവാറിന്റെ മുന്നണി പോരാളിയായ ടി.ജി. മോഹൻദാസിനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ടി.ജിയെ ഒളിവിൽ നിന്നൊന്നുമല്ല ചെന്നിത്തലയുടെ പോലീസ് പിടിച്ചിരിക്കുന്നത് എന്നതും നാം ഓർക്കണം. സൈബർ കുറ്റകൃത്യങ്ങളിൽ 2 അറസ്റ്റ് നടന്നപ്പോൾ അത് മഹാസംഭവമായി പെരുപ്പിച്ചു കാട്ടുന്ന മാധ്യമങ്ങളും കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെയല്ല വിലയിരുത്തിയിരിക്കുന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. സൈബർ ആക്രമണങ്ങൾക്ക് വിധേയരായ ഒരുപാട് പേർ ഈ നാട്ടിലുണ്ട്. അതിൽ തന്നെ നല്ലൊരു പങ്കും സ്ത്രീകളാണ്. ഇവർ നൽകുന്ന പരാതികളിലൊന്നും ആയങ്കയുടെ കാര്യത്തിൽ പോലീസ് കാണിച്ച ഈ വേഗത രാഷ്ട്രീയ കേരളം എന്തായാലും കണ്ടിട്ടില്ല. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചാൽ മാത്രമേ കേരള പോലീസിന് പൊള്ളുകയുള്ളൂ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും ഇവിടെയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാനിൽ ഒരുപാട് പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞുവെങ്കിലും ലഹരി വരുന്ന വഴിയോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൻകിട മാഫിയകളെയോ ഒന്നും തൊടാൻ പോലും ഇതുവരെ ചെന്നിത്തലയുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര വകുപ്പിനെ കോടതി എടുത്തിട്ട് കുറഞ്ഞ സംഭവങ്ങളും നിരവധിയാണ്. ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചെന്നിത്തലയാണോ അതോ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണോ എന്ന കാര്യത്തിൽ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇപ്പോൾ സംശയമുള്ള സാഹചര്യമാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഉണ്ടാക്കി നൽകിയതും ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന് മറ്റൊരു ഉദാഹരണമാണ്. 3 മാസത്തെ സതീശൻ സർക്കാരിന്റെ ഭരണം ഇതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും തനി സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിക്കുന്നത് നിർത്തിക്കളഞ്ഞ നടപടിയാണ്. ഇടതുപക്ഷ സർക്കാർ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത പദ്ധതിയാണ് ഇതൊന്നും നാം മറന്നു പോകരുത്. സ്ത്രീകൾക്ക് സൗജന്യയാത്ര വാഗ്ദാനം ചെയ്തവർ ഭരണത്തിൽ വന്നപ്പോൾ പ്രിയദർശിനി ബസ്സിൽ കയറുന്ന സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ ഇത്തരം അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് മാന്യത കൊണ്ട് മാത്രം തൽക്കാലം കൂടുതലായി ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് കുരിശാണെന്ന് പറഞ്ഞത് വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ പവർ കട്ടും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. UDF വന്നാൽ ഇരുണ്ടകാലം വരുമെന്നത് ഇടതുപക്ഷത്തിന്റെ പരസ്യവാചകമായിരുന്നുവെങ്കിലും വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ച് അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇനി പറയാനുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയെ കുറിച്ചാണ്. UDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പദ്ധതിയുടെ ന്യായീകരണ തൊഴിലാളികളായാണ് മാറിയിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഹനപ്രേമികളായ യൂത്തന്മാർക്ക് നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു വാഹന മോഡിഫിക്കേഷൻ. അധികാരത്തിൽ വന്നപ്പോൾ ഈ സർക്കാർ അതിന് അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല ഇത്തരം വാഹനങ്ങൾക്ക് മേൽ തിരഞ്ഞു പിടിച്ച് ഇപ്പോൾ ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയം നേരിട്ട രീതിയിലും വി.ഡി. സതീശൻ സർക്കാർ വലിയ പരാജയമാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തോടൊപ്പം ഇടതുപക്ഷ സംഘടനകളുടെ ഏകീകൃത പ്രവർത്തനങ്ങളും വലിയ രൂപത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ പരിചയക്കുറവും സംഘടനാശേഷിയിലെ ദൗർബല്യവും കാരണം സതീശൻ സർക്കാരിന് വേണ്ടത്ര പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജൂലൈ 31-ന് പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ 3 പേരെ ഇതുവരെ കണ്ടെത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രളയം ഉണ്ടായ കോന്നിയിൽ 4 സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. എന്നിട്ടും മന്ത്രിമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇക്കാര്യം തുറന്നു പറഞ്ഞത് സ്ഥലം MLA KU ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. ഇതുപോലെ തുറന്നു പറയാനും ചൂണ്ടിക്കാട്ടാനും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചു പുലർത്തുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ തുറന്നു കാട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇവിടെ പറയേണ്ടി വരുന്നത്.